തൃശൂരിൽ ലഹരിപ്പാർട്ടി നടത്തി പോലീസിനെ ആക്രമിച്ച ഗുണ്ടകളോട് പിണറായി പോലീസിന്റെ തിരിച്ചുള്ള പ്രതികരണം കേട്ടില്ലായിരുന്നു. സ്ഥലത്തെത്തിയ കമ്മീഷണർ ഇളങ്കോ ഒറ്റവരിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ച് മടങ്ങി. ഒരു 6 ഗുണ്ടകൾ 7 ഗുണ്ടകൾ ഗുണ്ടകളെപ്പോൾ പ്രവർത്തിച്ചു, പോലീസിനെപ്പോൾ പ്രവർത്തിച്ചു. അതെ, 6 ഗുണ്ടകൾ ഗുണ്ടകളെപ്പോലെ പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിച്ചാൽ തിരിച്ച് പോലീസ് എന്ത് ചെയ്യും? പോലീസായി പ്രവർത്തിച്ചു. ഇതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ പോലീസ്. പല ആക്ഷേപങ്ങളും ഉന്നയിക്കുന്നവർ ഈ സന്ദർഭത്തിൽ ആഭ്യന്തര വകുപ്പിനോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരോ വായിൽ നിന്ന് ഒരിക്കലും വരല്ലേ. കാര്യം ഇനിയിപ്പോൾ ഇത്തരം പ്രതികരണങ്ങളും ഇത്തരം ഇടപെടലുകൾ അതിൻ്റെ ക്രെഡിറ്റ് എങ്ങാനോ ഇനി പിണറായിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച കഥകൾ മുഴുവൻ പൊളിയും. തൃശ്ശൂരിൽ ലഹരിപ്പാർട്ടി നടത്തിയവരാണ്. സ്വന്തം അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മക്കൾ നടത്തിക്കൊണ്ടിരുന്ന ലഹരിപ്പാർട്ടിയിൽ അടിയായി. അതിനെ തുടർന്ന് പോലീസിനെ വിവരമറിയിച്ച് പോലീസ് വന്നപ്പോൾ പോലീസിനെ ആക്രമിച്ചു. SI ഉൾപ്പെടെ 4 പേരെ. പിന്നാലെ 3 പോലീസ് വണ്ടി അടിച്ച് തകർത്തു. ആ അടിച്ച് തകർത്ത് ഷോ കാണിച്ചവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ? അതാണ് നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള ഇളങ്കോ പറഞ്ഞത്. ഗുണ്ടകൾ ഗുണ്ടകളായി പ്രവർത്തിച്ചു, അവരോട് പോലീസായി പ്രവർത്തിച്ചു. നോക്കിയേ, ഷവർമ പൊതിയും പോലെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്.